വെൽക്കം ടു യുവർ ക്ലാസ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് BCOM ഫസ്റ്റ് സെമസ്റ്റർ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പേപ്പറാണ്. അപ്പോൾ അതിൽ നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടതാണ്. നമുക്ക് ഈ ക്ലാസ്സിൽ മൊണോപ്പൊളിയെ കുറിച്ചാണ് കാണാനുള്ളത്. അതിന് മുൻപായിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് നോർമൽ പ്രൈസ്. മാർക്കറ്റ് പ്രൈസും നോർമൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദ്യം. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡിഫറൻസസ് ഒക്കെ വളരെ ശ്രദ്ധിക്കുക, കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആൻഡ് നോർമൽ പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ വെരി ഷോർട്ട് പീരീഡ് പ്രൈസ് ആണ്, പക്ഷേ നോർമൽ പ്രൈസ് ലോങ് പീരീഡ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസ് ഡിമാൻഡ് ഫാക്ടേഴ്സ് ആണ് മോർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നോർമൽ പ്രൈസ് എന്താണ്, സപ്ലൈ ഫാക്ടേഴ്സ് ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സപ്ലൈ ഫാക്ടേഴ്സിൻ്റെ കൂടെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ഇത് ലോങ് പീരീഡ് ആണ്. ഇവിടെ ഡിമാൻഡ് ആണെങ്കിൽ ഇവിടെ കൂടുതലും സപ്ലൈ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓൾ ഗുഡ്സ് ഹാവ് എ മാർക്കറ്റ് പ്രൈസ്, അതായത് എല്ലാ ഗുഡ്സിനും എന്തുണ്ട്, മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. റീപ്രൊഡ്യൂസിബിൾ ഗുഡ്സിന് മാത്രമേ എന്തുള്ളൂ, നോർമൽ പ്രൈസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനി എ ഫേം വിത്ത് എ മാർക്കറ്റ് പ്രൈസ് മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. മാർക്കറ്റ് പ്രൈസിനാണ് നമുക്കധികം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ലഭിക്കുക, പ്രത്യേകിച്ചും നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൊക്കെ. ഇനി നോർമൽ പ്രൈസിൽ എന്താണ്, നോർമൽ പ്രോഫിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മാർക്കറ്റ് പ്രൈസ് ഒരു റിയാലിറ്റിയാണ്, പക്ഷേ നോർമൽ പ്രൈസ് എന്താണ്, ഒരു മിറാഷാണ്. ഓക്കെ, ഇത് ആണ് കുറച്ചും കൂടി യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇത് എന്താണ്, ഒരു മരീചിക പോലെയാണ്. അതൊരു എന്താണ്, നമ്മളൊരു ഇല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് മാർക്കറ്റ് പ്രൈസും അതേപോലെ നോർമൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസസ്. അടുത്ത ചോദ്യം നോക്കാം. എന്താണ് മൊണോപ്പൊളി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടു കഴിഞ്ഞു. ഇനി മൊണോപ്പൊളിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നത് വാട്ട് യു മീൻ ബൈ മൊണോപ്പൊളി എന്നുള്ളതാണ്. എന്താണ് മൊണോപ്പൊളി എന്നുള്ളതാണ്. അപ്പോൾ മൊണോപ്പൊളി വന്നിരിക്കുന്ന വേർഡ് തന്നെ വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, മോണോ ആൻഡ് പോളി. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എന്നാണ്. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എന്നാണ്. പോളി എന്ന് വെച്ചാൽ സെല്ലിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ എലോൺ ടു സെൽ, അതായത് ഒരാൾ എൻ്റയർ മാർക്കറ്റിനെ ഒരാൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് എൻ്റയർ മാർക്കറ്റിൽ സെല് ചെയ്യുക എന്നുള്ളതാണ് മൊണോപ്പൊളിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദസ് മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഇസ് ഓൺലി വൺ സെല്ലർ, ഒരു സെല്ലർ മാത്രമേ മാർക്കറ്റിലുള്ളൂ, ഓർ പ്രൊഡ്യൂസർ ഓഫ് എ പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് എന്തില്ല, ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല. അതാണ് മൊണോപ്പൊളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നില്ല, അത് ഒരാൾ മാത്രം, ഒരു മൊണോപ്പൊളിസ്റ്റ് മാത്രം എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. ഇതാണ് എന്ത്, മൊണോപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളിയാണ് നോക്കാനുള്ളത്. ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഫീച്ചേഴ്സിൽ വരുന്നത് നമ്മൾ കണ്ടതാണ്, ഒരു സെല്ലർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ എന്താണ് മീനിങ്ങിലുള്ള ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇതിലേക്ക് എഴുതുക ഫീച്ചറിൽ. പിന്നെ ഇതിന് എന്താണ്, പ്രൊഡക്റ്റിന്, ഇവിടെ വിൽക്കുന്ന പ്രൊഡക്റ്റിന് എന്തില്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നില്ല. പിന്നെ നമുക്കറിയാം ഒരു സിംഗിൾ സെല്ലറാണ് എൻ്റയർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. മൊണോപ്പൊളിസ്റ്റ് ഫിക്സസ് ദ പ്രൈസസ് ഫോർ ദ കമോഡിറ്റി, ഹീസ് ദ പ്രൈസ് മേക്കർ. ഈ വേർഡ് വരണം, മൊണോപ്പൊളിസ്റ്റ് എന്നാണ്, ഈസ് എ പ്രൈസ് മേക്കർ. പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മൊണോപ്പൊളിസ്റ്റാണ്. കാരണം മാർക്കറ്റിൽ നിന്നുള്ള പ്രൈസ് സ്വീകരിക്കേണ്ട കാര്യം മൊണോപ്പൊളിസ്റ്റിന് വരുന്നില്ല, കാരണം ഹീസ് ദ മാർക്കറ്റ്, അല്ലേ, മൊണോപ്പൊളിസ്റ്റ് തന്നെയാണ് മാർക്കറ്റ്. അപ്പോൾ അദ്ദേഹം പ്രൈസ് ടേക്കർ അല്ല, മൊണോപ്പൊളിസ്റ്റ് പ്രൈസ് ടേക്കർ അല്ല. അതർ സെല്ലേഴ്സ് ഓർ ന്യൂ ഫേംസ് കനോട്ട് എൻ്റർ ഇൻ ടു മാർക്കറ്റ് ഈസിലി. പുതിയ ഫേംസിനോ അല്ലെങ്കിൽ സെല്ലേഴ്സിനോ ഒന്നും മാർക്കറ്റിൽ പെട്ടെന്ന് പ്രവേശിക്കാൻ സാധിക്കില്ല, കാരണം അത് നിയന്ത്രിക്കുന്നത് മൊണോപ്പൊളിസ്റ്റാണ്. ദ ഫേം ആൻഡ് ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം. ഇവിടെ ഫേമും ഇൻഡസ്ട്രിയും എന്താണ്, ഒന്ന് തന്നെയാണ്. അത് മൊണോപ്പൊളിസ്റ്റ് തന്നെയാണ്. മൊണോപ്പൊളിസ്റ്റാണ് ഇവിടുത്തെ ഫേം, മൊണോപ്പൊളിസ്റ്റ് തന്നെയാണ് ആ ഇൻഡസ്ട്രി. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേസ് ഒരു കൈൻഡ് ഓഫ് മൊണോപ്പൊളിയാണ്. കാരണം ഒരു പൂർണ്ണമായ മൊണോപ്പൊളിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല, കാര്യം അതൊരു എന്താണ്, പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണ്, ഗവൺമെൻറ് നിയന്ത്രിക്കുന്നതാണ്. പക്ഷേ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ മാത്രമാണ്. അപ്പോൾ റെയിൽവേ ഇൻഡസ്ട്രി ആൻഡ് റെയിൽവേ എന്താണ്, ഫേമും ഇന്ത്യൻ റെയിൽവേ മാത്രമാണ് നിലവിൽ രാജ്യത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മൊണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളിയാണ്. മൊണോപ്പൊളീസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് 5 മാർക്കിന്. എത്ര കൈൻഡ്സ് ഉണ്ട് നോക്കാം. മൊണോപ്പൊളീസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ മൊണോപ്പൊളി. ഓക്കെ, അതായത് നാച്ചുറൽ മൊണോപ്പൊളി ഉണ്ട്, പിന്നെ ലീഗൽ മൊണോപ്പൊളി ഉണ്ട്, സോഷ്യൽ മൊണോപ്പൊളി ഉണ്ട്. അപ്പോൾ 3 ആദ്യം നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് നാച്ചുറൽ മൊണോപ്പൊളി? അതായത് ഇപ്പോൾ നാച്ചുറലി ഇപ്പോൾ ഒരു സ്ഥലമുണ്ട്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ജൂട്ട്, ബംഗാളിലുള്ള ജൂട്ട്. അപ്പോൾ ബംഗാളിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ബംഗാൾ ആ പ്രദേശത്താണ് ജൂട്ടിനൊരു നാച്ചുറൽ മൊണോപ്പൊളി ഉള്ളത്. ബംഗാൾ ആൻഡ് ബംഗ്ലാദേശ് ആ ഒരു റീജിയൻ,
അത് സുന്ദർബൻസ് ഡെൽറ്റ വരുന്ന റീജിയനിലാണ് എന്തുള്ളത്, അവർക്ക് ആ ഒരു പ്രദേശത്തിനാണ് കൂടുതൽ ഈ ജൂട്ട് ഉൽപ്പാദനത്തിന് സാധിക്കുക. കാര്യം അതിന് ആ ഒരു സോയിലൊക്കെ അതിന് അനുയോജ്യമായതാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സീഷെൽസ് എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഇനം കോക്കനട്ട്, അപ്പോൾ അത് അവിടെ ഉള്ളത് മാത്രമാണ്, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്ത് അതില്ല. അങ്ങനെ പല തരത്തിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലാണ് കൂടുതലായിട്ടും ഡയമണ്ട്സ് ഉണ്ടാകുന്ന ഒരു സ്ഥലം. ഈ ഡയമണ്ട് ഖനികളൊക്കെ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ DBS എന്ന് പറഞ്ഞ കമ്പനിക്കൊക്കെ എന്താണ് ഒരു കൈൻഡ് ഓഫ് മൊണോപ്പൊളി ഉണ്ടായിരുന്നു. കമ്പനി ഓഫ് സൗത്ത് ആഫ്രിക്കയാണത്. അത് എന്താണ് ഡയമണ്ട് പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഡയമണ്ട് സപ്ലൈയിങ് കമ്പനിയാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് അത്തരത്തിലുള്ളൊരു മൊണോപ്പൊളി, ആ ഒരു പ്രദേശത്തിന് അത്തരത്തിലുള്ളൊരു മൊണോപ്പൊളി, നാച്ചുറൽ മൊണോപ്പൊളി ഉള്ളതുകൊണ്ടാണ് ഈ കമ്പനീസിനൊക്കെ അത് കിട്ടുന്നത്. ഇനി അടുത്തത് ലീഗൽ മൊണോപ്പൊളിയാണ്. സം മൊണോപ്പൊളീസ് ആർ ക്രിയേറ്റഡ് ബൈ ലോസ് ഓഫ് ദ കൺട്രി. നമ്മൾ പറഞ്ഞപ്പോൾ റെയിൽവേ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ലീഗൽ മൊണോപ്പൊളി തന്നെയാണ്. കാര്യം നിയമവ്യവസ്ഥയിൽ ഇപ്പം മറ്റൊരു പ്രൈവറ്റ് കമ്പനിക്ക് റെയിൽവേ സേവനം നടത്താൻ സാധിക്കില്ല. കാര്യം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റെയിൽവേ ട്രാക്കുകൾ. അപ്പോൾ ആ റെയിൽവേ ട്രാക്കിലൂടെ ഇപ്പോൾ നിലവിലും ഗവൺമെൻറ് തന്നെയാണ് ഓടിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഇപ്പം നമ്മുടേതായ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ നമുക്ക് ഓടിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ലീഗൽ മൊണോപ്പൊളിയാണ്. നിയമപരമായിട്ട് ഈ സംരംഭം ഇന്നാൾ ചെയ്താൽ മതി എന്ന് പറയാം. അടുത്തത് എന്താണ്, സോഷ്യൽ മൊണോപ്പൊളിയാണ്. ദീസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഇപ്പോൾ റെയിൽവേനെ നമുക്ക് സോഷ്യൽ മൊണോപ്പൊളി എന്നും പറയാം. നമുക്കറിയാം ഒരു കാലഘട്ടം വരെയും നമ്മുടെ ടെലിഫോൺ മേഖല, അതായത് ടെലികോം മേഖലയൊക്കെ ഗവൺമെൻറ് തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള BSNL, അതിന് മുൻപുള്ള ടെലിഫോൺ എക്സ്ചേഞ്ച് ആയിരുന്നു അത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് മാറിയത്. അപ്പം ഈ സോഷ്യൽ മൊണോപ്പൊളി എന്ന് വെച്ചാൽ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ KSRTC മാത്രമാണ് ഇപ്പം കേരളത്തിൽ ഒരു ബസ് സർവീസ് ഓടുന്നതെങ്കിൽ അതൊരു സോഷ്യൽ മൊണോപ്പൊളിയാണ്. കാരണം ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം മാത്രമാണ് കൊണ്ടുവന്നത്. അപ്പോൾ സോഷ്യൽ മൊണോപ്പൊളീസ് എന്തായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥാപനങ്ങളായിരിക്കും. ഇപ്പോൾ റെയിൽവേ ഒന്നും എന്താണ് ഹെവി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥാപനമാണ്. ദീസ് ആർ ഓൾസോ നോൺ ആസ് പബ്ലിക് മൊണോപ്പൊളി. അപ്പോൾ സോഷ്യൽ മൊണോപ്പൊളിയുടെ മറ്റൊരു പേരാണ് പബ്ലിക് മൊണോപ്പൊളി. ഇൻ ഇന്ത്യ റെയിൽവേ, പോസ്റ്റ്, ടെലിഗ്രാഫ് എക്സെട്ര ആർ പബ്ലിക് മൊണോപ്പൊളി. ഇനി അടുത്തത് വോളണ്ടറി മൊണോപ്പൊളിയാണ്. ഓക്കെ, അതായത് സ്വമേധയാ മൊണോപ്പൊളി ആവുക. ദീസ് ആർ മൊണോപ്പൊളീസ് ക്രിയേറ്റഡ് വോളണ്ടറിലി ബൈ പേഴ്സൺ കൺസേൺഡ് ഓർ ബൈ ഫേംസ് കൺസേൺഡ്. ദീസ് ആർ form of trust, cartels, holding companies, syndicates, etc. For instance, ACC is a voluntary monopoly created to eliminate competition and to have greater profits by fixing a high price. ഇപ്പോൾ നിലവിൽ കുറച്ച് ഫേംസ് ഉണ്ട്. അപ്പോൾ പുതിയ ഫേംസ് വരാതിരിക്കാൻ ഇവർ കൂടുതൽ ശക്തിപ്പെടാനായിട്ട് ഇവരൊരു ഓർഗനൈസേഷനായി മാറി ഇവരൊരു മൊണോപ്പൊളി ആക്കുക. അപ്പോൾ വോളണ്ടറിലി എല്ലാവരും ഒരു മൊണോപ്പൊളി ആക്കുക. അല്ലെങ്കിൽ ഇതിലുള്ള 4 പേര് ചേർന്ന് ഒരാളെ പവർഫുൾ ആക്കുക. അപ്പോൾ ഇയാൾ മുഖാന്തരം ഇവർക്കും ബെനിഫിറ്റ് കിട്ടും, ബാക്കി ഫേംസിന്. അങ്ങനെ ഒരു മൊണോപ്പൊളി അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതാണ് എന്ത് വോളണ്ടറി മൊണോപ്പൊളി. ഒരു കൈൻഡ് ഓഫ് കാർട്ടലാണ്. കാർട്ടൽ മീൻസ് എന്താണ്, ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെയൊക്കെ നമുക്ക് കാർട്ടൽ എന്ന് പറയാം. നമുക്ക് ഒളിഗോപ്പൊളിയിൽ അത് പഠിക്കാനുണ്ട്. ഈ നെക്സ്റ്റ് വൺ എന്താണ്, സർവീസ് മൊണോപ്പൊളിയാണ്. അതായത് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു സർവീസ് മൊണോപ്പൊളി കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫീസ് വാങ്ങാം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ടൈമിങ്ങിൽ വരാം. അങ്ങനെ ഒരു അത് ഒരു സർവീസ് മൊണോപ്പൊളി. ഇപ്പം അത് സർവീസ് കൊടുക്കാൻ അവിടെ ആരും ഇല്ലെങ്കിൽ എന്താണ് ഒരു സർവീസ് മൊണോപ്പൊളി വരും. ഓക്കെ, അപ്പോൾ 5 കൈൻഡ് ഓഫ് മൊണോപ്പൊളി ഉള്ളത്. നാച്ചുറൽ കണ്ടു നമ്മൾ, നമ്മുടെ ലീഗൽ, സോഷ്യൽ, വോളണ്ടറി ആൻഡ് സർവീസ് മൊണോപ്പൊളി. ഇനി നോക്കാനുള്ളത് സ്പെഷ്യാലിറ്റി ഓഫ് ഡിമാൻഡ് കർവ് ഇൻ എ മൊണോപ്പൊളി. അതായത് ഒരു മൊണോപ്പൊളിയിൽ ഡിമാൻഡ് കർവിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ഒരു മൊണോപ്പൊളിയിൽ സാധാരണഗതിയിൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേമിന് ഡിമാൻഡ് കർവ് ഇങ്ങനെ വരും. കാര്യം ഇൻഡസ്ട്രി ആദ്യം ഇത് സെറ്റാക്കിയിട്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് ഇങ്ങനെ വരാൻ കാരണം ഈ ഒരു പോയിന്റിലാണ് പ്രൈസ് വരുള്ളൂ. അപ്പോൾ ഇതാണ് ഡിമാൻഡ് കർവ് വരിക. അപ്പോൾ മൊണോപ്പൊളി അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ മൊണോപ്പൊളിയിൽ ഡിമാൻഡ് കർവിന് താഴെ കൂടി ഒരു ലൈൻ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് കർവിന് താഴെയും കൂടി ഒരു ലൈന് പോകുന്നുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് കർവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഡിമാൻഡ് കർവ് വരുന്നുണ്ട്. ഇതിന് താഴെ കൂടെ ഒരു മാർജിനൽ റവന്യൂ കർവ് വരുന്നുണ്ട്. അപ്പോൾ മൊണോപ്പൊളിയിൽ ഇങ്ങനെയാണ് ഡിമാൻഡ് കർവ് വരുന്നത്. അപ്പോൾ 2 കർവ് വരുന്നുണ്ട്. ഒന്ന് മാർജിനൽ റവന്യൂവിനൊരു കർവും അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഡിമാൻഡ്, ആവറേജ് റവന്യൂ, അതേപോലെ പ്രൈസ് കർവ്. ഇത് 3 മുകളിലാണ് വരുന്നത്. മാർജിനൽ റവന്യൂ മാത്രം താഴെ കൂടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ അബവ് ചാർട്ട് ആൻഡ് ഡയഗ്രാം ഗിവൺ ദാറ്റ്, ഡയഗ്രാം കൊടുത്തില്ല, ചാർട്ട് കൊടുത്തില്ല, ഡയഗ്രാം മാത്രമേ ഇവിടെ ഉള്ളൂ. ഡയഗ്രാം ദാറ്റ് അണ്ടർ monopoly, demand, average revenue and price are the ones and the same. AR and MR curve both are separate.
ആൻഡ് ആ ഡൗൺവേർഡ് സ്ലോപ്പി. അപ്പോൾ ദർ ഇസ് എൻ MR കർവ് താഴെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ARഉം അല്ലെങ്കിൽ ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് കർവ് അത് മുകളിലൂടെയും ആണ് വരുന്നത്. താഴെ കൂടെ എന്താണ് MR കർവ് വരുന്നുണ്ട്. ഓക്കെ, MR കർവ് ലൈസ് ബിലോ ദ AR കർവ്സ്. ഓക്കെ, MR ഈസ് ലെസ് ദാൻ AR. അപ്പോൾ MR എപ്പോഴും എന്താണ് ARനെക്കാട്ടിയും കുറവായിരിക്കും. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് എ മൊണോപ്പൊളി ഹാസ് നോ സപ്ലൈ കർവ്. മൊണോപ്പൊളിയിൽ സപ്ലൈ കർവ് ഉണ്ടാവില്ല. This is so because the quantity supplied it at any one price depends on demand. Therefore, the firm choose the price quantity combination along its demand curve that maximizes its profit. അതായത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന സപ്ലൈ മാത്രമേ മൊണോപ്പൊളി ചെയ്യുള്ളൂ. അതുകൊണ്ട് ഡിമാൻഡ് കർവ് മൊണോപ്പൊളിയിൽ റെലവൻ്റ് അല്ല. നെക്സ്റ്റ് പറയുന്നത് ആവറേജ് കോസ്റ്റ് കർവ് ഓഫ് ദ മൊണോപ്പൊളി ഫേം ഇസ് ജനറലി ഫ്ലാറ്റൻഡ് U-shaped as in perfect competition. This is so because the cost of production are governed by the law of return. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കണ്ടു ഡിമാൻഡ് കർവ് ഇങ്ങനെയാണുള്ളത്, രണ്ടായിട്ടുള്ളത്. ആവറേജ് കോസ്റ്റ് കർവ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ചോദിക്കുന്നതാണ്. നമ്മുടെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഓഫ് മൊണോപ്പൊളി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒരുപാട് വട്ടം എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക. Price and output determination under monopoly. Under perfect competition, the firm is the price taker. But a monopolist firm has to fix the price as well as output. It fixes the price and output in such a way as to get maximum profit. The monopoly firm reaches its equilibrium to earn maximum profit only when its MC is equal to MR. നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. മാർജിനൽ കോസ്റ്റ് കർവ് മാർജിനൽ റവന്യൂ ആയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണോ അവിടെയാണ് മൊണോപ്പൊളിയിൽ ഇക്വിലിബ്രിയം ഉണ്ടാവുക. ആ പോയിൻ്റിലാണ് ഔട്ട്പുട്ടും അതേപോലെ തന്നെ എന്തും സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രൈസും ഔട്ട്പുട്ടും സെറ്റ് ചെയ്യുന്നത്. ബിസൈഡ്സ് MC കർവ് മാർജിനൽ കോസ്റ്റ് കർവ് ഷുഡ് കട്ട് MR കർവ് മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ. നമ്മൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടതാണ്. നമ്മുടെ ഇങ്ങനെ വരികയാണെങ്കിൽ MC കർവ് ഇങ്ങനെ വരികയാണെങ്കിൽ അത് താഴെ നിന്ന് കട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കില്ല, ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നത് നോക്കുക. മേലെ നിന്ന് താഴത്തേക്കല്ല, താഴെ നിന്ന് മേലോട്ട് വരുന്ന പോയിൻ്റാണ് കട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇൻ ഓർഡർ ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഷോർട്ട് റണ്ണിൽ വരുന്നതും ലോങ് റണ്ണിൽ വരുന്നതുമാണ്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിയാണ് ആദ്യം നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഡ്യൂറിങ് ഷോർട്ട് റൺ മൊണോപ്പൊളിസ്റ്റ് ഇൻക്രീസ് ഹിസ് ഔട്ട്പുട്ട് ഓൺലി വിത്ത് എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താണ് ഒരു സ്ഥാപനത്തിന് മാറ്റാൻ സാധിക്കില്ല. അപ്പം ഔട്ട്പുട്ട് മാറ്റാൻ നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് he cannot install new machinery and expand output. The profit of the monopolist will be maximum during short run when MC is equal to MR. പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാവുക എപ്പോഴാണെന്ന് വെച്ചാൽ MCA, അതായത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ആയിട്ട് ഈക്വൽ ആകുമ്പോഴാണ്. ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ മൊണോപ്പൊളിസ്റ്റ് ഡ്യൂറിങ് എ ഷോർട്ട് പീരീഡ്. അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ദ MR is higher than MC. It is profitable for the monopolist to go on expanding his output and sales. This is because with the production of every additional unit he gets more revenue than the cost. As the monopoly firms goes on expanding the output, slowly MC would rise and ultimately MC become equal to MR. അപ്പോൾ എത്രമാത്രം ഔട്ട്പുട്ട് മൊണോപ്പൊളിസ്റ്റ് ഉണ്ടാക്കുന്നു വെച്ചാൽ എവിടെയാണോ MC MR ഈക്വൽ ആവുന്നത് അത്രയും ഔട്ട്പുട്ടാണ് മൊണോപ്പൊളിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഈ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ. ഓക്കെ, നിങ്ങൾ കർവ് ശ്രദ്ധിക്കുക. കർവിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിമാൻഡ് കർവ് ഇത് അവിടെ വന്നിട്ടുണ്ട്. ഡിമാൻഡ് കർവ് മാർജിനൽ റവന്യൂ കർവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഓക്കെ, ഇത് റെലവൻ്റ് ആണ്. പക്ഷേ നമ്മുടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഇങ്ങനെ പോവുകയാണെങ്കിൽ എവിടെ നിന്നാണോ ഇത് നമ്മുടെ MRനെ ബ്രേക്ക് ചെയ്യുന്നത്, MC ആണിത്, ഇത് MR ആണ്. ഇത് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആക്സിസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഔട്ട്പുട്ടിൻ്റെയാണ്, സപ്ലൈ എത്ര ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത്ര അളവിൽ ഔട്ട്പുട്ട്, അപ്പോൾ MC MR എവിടെയാണ് ഈക്വൽ ആവുന്ന ഈ അളവിൽ ഔട്ട്പുട്ട് വയ്ക്കും. പക്ഷേ നമ്മുടെ പ്രൈസ് വെക്കേണ്ടത് ഈ ഒരു പോയിന്റിലല്ല, മുകളിലേക്ക് വന്ന് എവിടെയാണ് നമ്മുടെ ഡിമാൻഡ് കർവ് ഇവിടെ പോയിന്റ് വെക്കുന്നത് ഇവിടെ വരുന്നത് പ്രൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ കേസ് പറഞ്ഞ നേരത്തെ ഞാനത് കൂടുതൽ പറയാം. എന്തുകൊണ്ടാണ് ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇവിടെ വന്നത് എന്നതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ വരാൻ കാര്യം ഇവിടെ ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ്. ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഇത് നമ്മുടെ ആവറേജ് റവന്യൂ അല്ലേ. ആവറേജ് റവന്യൂവിനെക്കാട്ടി താഴെയായിട്ട്
തൊട്ടാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ എന്താണ്, ഇത് സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ്. ഓക്കെ, ഇത് ഈക്വലായിട്ട് വന്നിരുന്നെങ്കിൽ നോർമൽ പ്രോഫിറ്റ് ആവുമായിരുന്നു. മുകളിലേക്ക് വന്നിരുന്നെങ്കിൽ, അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് മുകളിലേക്കോ അല്ലെങ്കിൽ ഈക്വലായിട്ട് വരികയാണെങ്കിൽ ഇത് നോർമൽ പ്രോഫിറ്റ്, മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് ലോസ് ആകുമായിരുന്നു. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് നോർമൽ പ്രോഫിറ്റിൻ്റെ കേസാണ്. നേരത്തെ കണ്ട നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ കേസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഇവിടെ AR കർവിനായിട്ട് തൊട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൂപ്പർ അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ഒന്നും വരുന്നില്ല. MCC = MR ഇവിടെ ഇക്വലിബ്രിയം പൊസിഷനാണ്. ഇവിടെ വെച്ച് ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് മേലോട്ട് ഇവിടെ ഈ AR കർവ് അല്ലെങ്കിൽ പ്രൈസ് കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ഇവിടെ നല്ല പ്രൈസ് ഫിക്സ് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ആവറേജ് കോസ്റ്റ് ഇതിന് ഈക്വലായിട്ട് വരികയാണെങ്കിൽ, AR കോസ്റ്റിന് ഈക്വലായിട്ട് വരികയാണെങ്കിൽ നോർമൽ പ്രോഫിറ്റാണ് വരിക. ഇനി നേരത്തെ നമ്മൾ കണ്ടത് ഇത് താഴേക്ക് വന്നപ്പോഴായിരുന്നു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വന്നത്. എന്ത് ആവറേജ് കോസ്റ്റ്, ഇവിടെ മുകളിലാണ് ആവറേജ് കോസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് ഈ AR കോസ്റ്റിനെക്കാട്ടും കൂടി കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് എന്തായി, ഇത്രയും പോയിൻ്റ് അത് ലോസ് ആണ് വരിക. ഓക്കെ, അപ്പം ഇൻ ഷോർട്ട് റൺ ഒരു മൊണോപ്പൊളിസ്റ്റിക് എന്ത് വരാം, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വരാം. നേരത്തെ കണ്ട ഗ്രാഫാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നോർമൽ പ്രോഫിറ്റ് വരാം, അത് ഈ ഒരു ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ലോസ് വരാം, അത് ഈ ഒരു ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് 3 നിങ്ങൾ വരച്ചിരിക്കണം എസ് ചെയ്യുന്ന നേരത്ത്. ഇനി അടുത്തത് ലോങ് റൺ ഇക്വിലിബ്രിയമാണ് മൊണോപ്പൊളിയുടെ പറയുന്നത്. Under the perfect competition, in the long period, a firm gets only normal profit because of the free entry or exit of firms in the ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസാണ് പറയുന്നത്. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ട് ഉദാഹരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ കണ്ടിരുന്നത് എന്താണ്, നമ്മുടെ ലോങ് റൺ പീരീഡിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടേണ്ടായിരുന്നുള്ളൂ. പക്ഷേ മൊണോപ്പൊളീൻ്റെ കേസ് പറഞ്ഞ നേരത്ത് പുതിയ സ്ഥാപനങ്ങളൊന്നും എന്താണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് ലോങ് റണ്ണിൽ ആർക്ക് കിട്ടുക, മൊണോപ്പൊളിക്ക് കിട്ടുക. ഓക്കെ, അപ്പം ലോങ് റൺ പ്രോഫിറ്റ് എപ്പോഴും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ മൊണോപ്പൊളിക്ക് എന്ത് വരാം, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വരാം, നോർമൽ പ്രോഫിറ്റ് വരാം, ലോസ് വരാം. പക്ഷേ ലോങ് റണ്ണിൽ മൊണോപ്പൊളിക്ക് അധികം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് വരിക. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പക്ഷേ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ്, ഷോർട്ട് റണ്ണിൽ ഇത് 3 വരും. പക്ഷേ ലോങ് റണ്ണിൽ എന്തായിരുന്നു വരിക, നോർമൽ പ്രോഫിറ്റ് മാത്രമായിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരിക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ലോങ് റൺ കർവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ലോങ് റണ്ണിൽ മൊണോപ്പൊളിക്ക് ഇങ്ങനെയാണ് വരിക. നമ്മൾ കണ്ടു ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ലോങ് റൺ അല്ലെങ്കിൽ ഡിമാൻഡ് കർവ്, മാർജിനൽ റവന്യൂ. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. MRനെ എന്താണ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് സെറ്റ് ചെയ്യുക. ഇവിടെ ലോങ് റണ്ണിൽ എപ്പോഴും ആവറേജ് കോസ്റ്റ് താഴ്ന്നിരിക്കും. അതുകൊണ്ട് ഇവിടെ എന്താണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഓഫ് മൊണോപ്പൊളി എന്ന ചോദ്യം വരികയാണെങ്കിൽ, റൈറ്റ് നോട്ട് ഓൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഓഫ് മൊണോപ്പൊളി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതണം. അതേപോലെ ഈ 4 ഗ്രാഫുകൾ നിങ്ങൾ വരച്ചിരിക്കണം. ഷോർട്ട് റണ്ണിൽ 3 ഗ്രാഫുകൾ വരച്ചിരിക്കണം. അത് നോർമൽ പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വരുന്ന 3 ഗ്രാഫ്. ഇനി ലോങ് റണ്ണിൽ ആ ഒറ്റ ഗ്രാഫ് വരച്ചാൽ മതി. എന്താണ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വരുന്ന ഗ്രാഫ്. അപ്പോൾ SMC അല്ലെങ്കിൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് SAC എന്ന് കരുതുന്നതിന് പകരം L കൊടുക്കുക, ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഈസ് മൊണോപ്പൊളി പ്രൈസ് ഓൾവേസ് ഹൈ? എപ്പോഴും മൊണോപ്പൊളി വലിയ വില ഈടാക്കുമോ? അതൊരു ചോദ്യമാണ്. നിങ്ങളുടെ ഒരു ഒപ്പീനിയനൊക്കെ മാതിരി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൊണോപ്പൊളിയുടെ പ്രൈസ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നോർമലി ദ മൊണോപ്പൊളി പ്രൈസ് ഇസ് എ ഹയർ പ്രൈസ് വെൻ കമ്പയർഡ് ടു പ്രൈസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ട്രൂ. അതെപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. എ മൊണോപ്പൊളി ഫേം നീഡ് നോട്ട് സ്പെൻഡ് മച്ച് എമൗണ്ട് ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ മൊണോപ്പൊളിക്ക് ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ് അധികം പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ആൾ മാത്രം ആ സേവനം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ എന്തായാലും ഇത് വാങ്ങിയിരിക്കും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചിലവ് വരുന്നില്ല. ആ കോസ്റ്റ് ഒന്നും വെറുതെ അയാൾ പ്രൈസിലേക്ക് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. എ മൊണോപ്പൊളിസ്റ്റ് പ്രൊഡ്യൂസസ് എ ലാർജ് സ്കെയിൽ ഓൺ എ ലാർജ് സ്കെയിൽ ആൻഡ് എൻജോയ്സ് ആൻഡ് ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എക്കണോമീസ്. വലിയ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ചിലവ് കുറയും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മൊണോപ്പൊളിക്ക് ഉണ്ട്. കാരണം അയാൾ മാത്രമാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ഹീസ് എഫ്രൈഡ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. മൊണോപ്പൊളി നിലനിർത്താൻ വേണ്ടി ആക്കുന്നതാണ് എപ്പോഴും ഒരു പബ്ലിക് ഒപ്പീനിയൻ നോക്കും അയാൾ. പബ്ലിക് അജിറ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ മൊണോപ്പൊളിക്കെതിരെ സമരങ്ങൾ വരും. അങ്ങനെ അയാൾ മൊണോപ്പൊളി തകരും. അപ്പോൾ അതുകൊണ്ട് അയാൾ വല്ലാതെ പ്രൈസ് പൊന്തിക്കില്ല. ഹീസ് എഫ്രൈഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. പുതിയ കോമ്പറ്റീറ്റേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നത് ഇയാൾക്ക് ഭയം ഉണ്ടാവും.
പിന്നെ ഗവൺമെൻറ്റിന് ഇൻ്റർഫിയറൻസ് ഭയം ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദീസ് ഈസ് ഇൻ എ പൊസിഷൻ ടു ചാർജ് ലോവർ പ്രൈസ് ദാൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലോ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള പോലെ കുറഞ്ഞ വിലയായിരിക്കും അധികം എന്ത് ചെയ്യുക, മൊണോപ്പൊളി ചാർജ് ചെയ്യുക. അല്ലാതെ വലിയ വില ഈടായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മൊണോപ്പൊളി നേരിടും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഒപ്പീനിയൻ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ശ്രദ്ധിക്കുക, വാട്ട് ആർ ദ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് മൊണോപ്പൊളി. അപ്പോൾ മൊണോപ്പൊളിക്ക് എതിരുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മൊണോപ്പൊളി വന്നുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് ദ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് മൊണോപ്പൊളി ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് എന്താണ്, ഇത് ഇന്നെഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യും. മൊണോപ്പൊളി അധികം ബാഡായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലീഗൽ മൊണോപ്പൊളി, അതായത് ഗവൺമെൻറ് തലത്തിലൊക്കെ ഉള്ള മൊണോപ്പൊളീസ് എന്താണ് ഇന്നെഫിഷ്യൻസി. ഇപ്പോൾ റെയിൽവേസൊക്കെ ഉള്ളൂ നമുക്ക് പ്രധാനമായിട്ട് കുറച്ചൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനം. അല്ലെങ്കിൽ തന്നെ മൊണോപ്പൊളി വരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഒന്നും അത് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. പ്രോഫിറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാളോട് കോമ്പീറ്റ് ചെയ്യാൻ നമുക്കില്ലെങ്കിൽ നമ്മളെപ്പോഴും എന്താണ്, നമ്മളത് മടിയന്മാരാകും. അതുകൊണ്ട് ഇന്നെഫിഷ്യൻസി അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ വെൽഫെയർ ലോസ് ആണ്, കാരണം ഒരാളെ കയ്യിൽ തന്നെ പൈസ അടിഞ്ഞു കൂടും. കാര്യം സൊസൈറ്റിയിൽ എന്താണ്, അപ്പോൾ ഒരാളെ കയ്യിൽ, അതായത് ഒരു എക്കണോമിക് എന്താണ്, ഒരു വളരെ രീതിയിലുള്ള ഒരു ഇന്നീക്വാലിറ്റി മൊണോപ്പൊളി ഉണ്ടെങ്കിൽ വരും. ഓക്കെ, ഇൻ അഡീഷൻ മൊണോപ്പൊളീസ് പ്രൊഡ്യൂസ് ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പോയിന്റ് ഓഫ് വ്യൂ. മൊണോപ്പൊളീസ് പ്രൊഡ്യൂസിങ് ടു ലിറ്റർ, ചിലപ്പോൾ കുറഞ്ഞ പ്രൊഡക്ഷനും എന്താണ് അയാൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് മൊണോപ്പൊളി റിസൾട്ട് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക്. നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ അനുബന്ധമായിട്ട് തന്നെ ഒരാളെ കയ്യിൽ തന്നെ എക്കണോമിക് പവർ വരും മൊണോപ്പൊളി വന്നു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിന് അനുബന്ധമായിട്ട് വരുന്നതാണ് മൊണോപ്പൊളി റിട്ടാർഡ്സ് ഇന്നോവേഷൻ. മൊണോപ്പൊളി ഇന്നോവേഷൻ എപ്പോഴും എന്താണ് എതിരായിരിക്കും. പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അധികം അൺഫെയർ പ്രാക്ടീസസ് ഒക്കെ മൊണോപ്പൊളിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കറപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, കൈക്കൂലി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മൊണോപ്പൊളിസ്റ്റ് എന്താണ് ഇടപെടാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ മൊണോപ്പൊളിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊണോപ്പൊളിയുടെ ദൂഷ്യവശങ്ങൾ. ഇനി അടുത്തത് കമ്പാരിസൺ ഓർ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. മൊണോപ്പൊളിയും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിൽ ഡിഫറൻസസ് ആണ് നോക്കാനുള്ളത്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഡിഫറൻസസ് ഒക്കെ എന്തായാലും നിങ്ങൾ നോക്കി വെക്കണം എക്സാമിന്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ, മൊണോപ്പൊളിയിൽ ആകെ ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇൻഡിവിജ്വലിന് എന്തില്ല, മാർക്കറ്റ് സപ്ലൈയിൽ എന്തില്ല, കൺട്രോളില്ല. മൊണോപ്പൊളിയിൽ കൺട്രോൾ ഉണ്ട്, കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട് ആ ഒരു ഫേമിന്. പിന്നെ പ്രൊഡക്റ്റുകൾ എപ്പോഴും ഇത് ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റ് ആവുക. അവിടെ ഈ പ്രൊഡക്റ്റിന് എന്തില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഫേംസിന് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലേക്ക് വരാൻ പോവാം. ഇവിടെ ഫേംസിന് എൻട്രി ബ്ലോക്ക്ഡ് ആണ്, മൊണോപ്പൊളി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല. ഇവിടെ യൂണിഫോം പ്രൈസ് ആയിരിക്കില്ല, എല്ലാവരും ഒരേ പ്രൈസിനെ വിൽക്കുക. ഇവിടെ എന്താണ്, മൊണോപ്പൊളി പല സ്ഥലങ്ങളിൽ പല പ്രൈസിനൊക്കെ വിൽക്കാൻ ചാൻസ് ഉണ്ട്. പല സ്ഥാപനങ്ങളില്ലെങ്കിലും മൊണോപ്പൊളി സ്ഥാപനം പലർക്കും പല വിലയ്ക്കൊക്കെ വിൽക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇൻഡസ്ട്രി ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൾ ഫേംസ് പ്രൊഡ്യൂസിങ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഹോമോജീനിയസ് പ്രൊഡക്റ്റുകൾ, ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. ഫേം തന്നെയാണ് ഇവിടെ ഇൻഡസ്ട്രി ആയിട്ട് വരുന്നത് മൊണോപ്പൊളിയിൽ. ഇനി ഇവിടെ എന്താ പറയുന്നത്, ആവറേജ് റവന്യൂ കർവ് പാരലൽ ആയിരിക്കും, എപ്പോഴും ഹൊറിസോണ്ടൽ ആക്സിസിലായിരിക്കും പോവുക, പാരലൽ ടു ഹൊറിസോണ്ടൽ ആക്സിസ്. ഇവിടെ ആവറേജ് റവന്യൂ കർവ് എന്നാണ് നമ്മൾ കണ്ടു, മുകളിൽ നിന്ന് താഴത്തേക്കാണെങ്കിൽ താഴെ MR കർവും ഉണ്ടാവും, അല്ല MRഉം ഇവിടെ AR കർവും മൊണോപ്പൊളിയിൽ. പിന്നെന്താ പറയുന്നത്, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ ആർ ഈക്വൽ ടു ഈച്ച് അതർ. ഇവിടെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ഒരേ കർവ് തന്നെയാണ്. ഇവിടെ പക്ഷേ എന്താണ്, മാർജിനൽ റവന്യൂ കർവ് എന്നാണ് ആവറേജ് റവന്യൂ കർവിനെക്കാട്ടിയും താഴെ ഉണ്ടാവുക. ഓക്കെ, ബന്ധപ്പെട്ട് കിടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. The monopolist is the only producer in the market. He has a control over the supply of the product. By virtue of his monopoly power, he is able to charge different prices from different customers for the same product. This is known as price discrimination. അതായത് ഒരു മൊണോപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ മാത്രമേ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം മാത്രമേ മാർക്കറ്റിലുള്ളൂ. അതായത് അപ്പോൾ മാർക്കറ്റിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കാൻ, ഒരേ പ്രൊഡക്റ്റിന്, ഒരേ സ്വഭാവമുള്ള പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കുന്ന ഒരു സംഗതിയുടെ പേരാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത് മൊണോപ്പൊളിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി പറയുന്നത് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ ഡിഫറെൻറ്റ് ബേസസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അതിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബേസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫോളോയിങ് ആർ 6 types ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർടേക്കൺ ബൈ എ മൊണോപ്പൊളിസ്റ്റ്. അപ്പോൾ 6 തരം പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ് നിലവിലുള്ളത്, ഡിഫറെൻറ്റ് ബേസസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ ഡിസ്ക്രിമിനേഷനാണ്. വെൻ എ മൊണോപ്പൊളിസ്റ്റ് charges different prices from different customers for the same product or service, it is called personal discrimination. It may be on the basis of, or it may be on the basis of
ഇൻകം ഓഫ് കസ്റ്റമേഴ്സ്. ഓഫ് അല്ല ഇവിടെ, ഓർ അല്ല ഇവിടെ, ഓഫാണ് വരേണ്ടത്. ഓക്കെ, ബേസിസ് ഓഫ് ഇൻകം ഓഫ് കസ്റ്റമേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഡോക്ടേഴ്സ് ആൻഡ് ലോയേഴ്സ് മേ ചാർജ് മോർ ഫീസ് ഫ്രം റിച്ച് ആൻഡ് ലെസ് ഫ്രം പുവർ. അതായത് കൂടുതൽ വരുമാനമുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന്, ഡോക്ടേഴ്സിനും ലോയേഴ്സിനും ഒക്കെ എന്താണ് അവർ കൂടുതലും ഫീസ് ഈടാക്കും. അതേപോലെ കുറഞ്ഞ വരുമാനം വാങ്ങുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് അവർക്ക് കുറഞ്ഞ ഫീസ് ഈടാക്കാൻ സാധിക്കും. അതൊരു പേഴ്സണൽ ഡിസ്ക്രിമിനേഷനാണ്, വ്യക്തിപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ. ഇനി അടുത്തതാണ് ലോക്കൽ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ദ മൊണോപ്പൊളിസ്റ്റ് മേ ചാർജ് ലോ പ്രൈസ് ഇൻ വൺ മാർക്കറ്റ് ഓർ പ്ലേസ് ആൻഡ് ഹൈ പ്രൈസ് ഇൻ അനദർ മാർക്കറ്റ് ഫോർ ദ സെയിം കമോഡിറ്റി. അതായത് മൊണോപ്പൊളിസ്റ്റ് ഒരു മാർക്കറ്റിൽ നിന്നൊരു പ്രൈസും അതേപോലെ മറ്റു മാർക്കറ്റിൽ നിന്നും മറ്റൊരു പ്രൈസും, ഒരു മാർക്കറ്റിൽ കുറഞ്ഞ പ്രൈസും ഒരു മാർക്കറ്റിൽ കൂടിയ പ്രൈസും ഒരേ പ്രൊഡക്റ്റിന്. അപ്പോൾ ഡംപിങ് ഒരു എക്സാമ്പിളാണ് അതിന്. അതെന്താണ്, ഒരു ലോക്കൽ ഡിസ്ക്രിമിനേഷൻ്റെ എക്സാമ്പിളാണ്. ഇൻ കേസ് ഓഫ് ഡംപിങ്, ദ മൊണോപ്പൊളിസ്റ്റ് സെൽ ഇസ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് അറ്റ് എ ലോവർ പ്രൈസ് ഇൻ എ ഫോറിൻ മാർക്കറ്റ് ആൻഡ് അറ്റ് എ ഹയർ പ്രൈസ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമുക്കറിയാം നമ്മുടെ രാജ്യവും ചൈനയൊക്കെ ആയിട്ട് ഈ വ്യാപാര തർക്കങ്ങളൊക്കെ ഡംപിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ ചൈനയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ അത് അവരുടെ നാട്ടിൽ അതിന് കൂടുതൽ വിലയും ഈ നാട്ടിൽ കുറഞ്ഞ വിലയും. കാര്യം നമ്മുടെ ഒരു മാർക്കറ്റ് പിടിക്കാനായിട്ട് നമ്മുടെ നിലവിലുള്ള ഇവിടുത്തെ സപ്ലയേഴ്സിനെ ഡൗൺ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. അപ്പം അത് എന്താണ്, ഒരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ ഡംപിങ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഇമ്മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ നിരോധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഡംപിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതൊരു കൈൻഡ് ഓഫ് ലോക്കൽ ഡിസ്ക്രിമിനേഷനാണ്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ വില ഈടാക്കുക, അതാണ് ലോക്കൽ ഡിസ്ക്രിമിനേഷൻ. ഇനി അടുത്തത് ട്രേഡ് ഡിസ്ക്രിമിനേഷനാണ്. ഹിയർ ദ മൊണോപ്പൊളിസ്റ്റ് ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ഡിഫറെൻറ്റ് യൂസസ്. നമുക്കറിയാം ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ഇപ്പോൾ ഹൗസ് ഹോൾഡ് കസ്റ്റമേഴ്സിന് വീടുകളിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി കണക്ഷൻ വാങ്ങുന്ന പ്രതിമാസ വരിസംഖ്യ അല്ലെങ്കിൽ പ്രതിമാസ അതിന് എന്താണ് ഇലക്ട്രിസിറ്റി ഫീസ് ബില്ലുകളൊക്കെ, ഇലക്ട്രിസിറ്റി ബില്ല് കുറവായിരിക്കും അത് വീടുകളിലേക്കാണെങ്കിൽ. അപ്പോൾ അത് വേറെ ട്രേഡാണത്. വീടുകൾ എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് കൺസംഷനാണ്. ഇനി ഇതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെയാണ് ഈ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള സബ്സിഡി ഇല്ലാതെ വലിയ നിരക്കിലായിരിക്കും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എന്താണ്, ഒരു കൈൻഡ് ഓഫ് ട്രേഡ് ഡിസ്ക്രിമിനേഷനാണ്. അതേപോലെ ഗ്യാസ്, നമുക്ക് വീട്ടിലേക്ക് എന്താണ് ചുവന്ന നിറത്തിലുള്ള ഗ്യാസിൻ്റെ കുറ്റിയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതിനൊരു വിലയും അത് സബ്സിഡി ഉള്ള കുറ്റിയാണ്. ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയൽ പേർപ്പസിന് ഹോട്ടലുകൾക്കൊക്കെ എന്താണ്, അത് ഒരു നീല നിറത്തിലുള്ള കുറ്റിയാണ് കൊടുക്കുക, അത് സബ്സിഡി ഇല്ലാത്തതാണ്, അപ്പോൾ അതിന് വില കൂടും. ഓക്കെ, അപ്പോൾ അതാണ് ട്രേഡ് ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ടൈം ഡിസ്ക്രിമിനേഷൻ. ഹിയർ ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി ഡിഫർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ നിരക്ക്. ഇപ്പോൾ ടെലിഗ്രാഫ്. ഇപ്പോൾ ടെലിഗ്രാഫൊക്കെ ആണെങ്കിൽ എന്താണ്, രാത്രികളിലൊക്കെ ആണെങ്കിൽ ഇരട്ടി വില ഈടാക്കുക, അല്ലെങ്കിൽ രാത്രികളിൽ കുറഞ്ഞ എന്ത് ചെയ്യുക നിരക്ക് കൊടുക്കുക. അപ്പോൾ ടെലിഗ്രാഫും ടെലിഫോണൊക്കെ രാത്രികളിൽ തിരക്ക് കുറയുന്നത് കൊണ്ട് ചിലപ്പോൾ എന്താവും, രാത്രികളിൽ കുറഞ്ഞ നിരക്കും പകൽ സമയങ്ങളിൽ എന്താണ് കൂടുതൽ നിരക്ക് ഈടാക്കുക. അപ്പോൾ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ പ്രത്യേകിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അടുത്തതാണ് ഏജ് ഡിസ്ക്രിമിനേഷൻ. ഓരോ തരത്തിലുള്ള അല്ലെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള. ഇപ്പോൾ നമുക്കറിയാം റെയിൽവേയിലൊക്കെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഹാഫ് ടിക്കറ്റ് എടുത്താൽ മതി, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെ ഓരോ ഏജ് ഡിസ്ക്രിമിനേഷൻ. അതേമാതിരി സീനിയർ സിറ്റിസൻസിനൊരു നിരക്ക്, യൂത്തിന് ഒരു നിരക്ക്, അങ്ങനെയൊക്കെ ഓരോ ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് വൺ സൈസ് ഡിസ്ക്രിമിനേഷനാണ്. വോളിയം ഓഫ് ട്രാൻസാക്ഷൻ അടിസ്ഥാനത്തിലാണ് സൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നത്. ഓക്കെ, അത്തരം ഈ 6 ഡിസ്ക്രിമിനേഷൻ ടൈപ്സാണ് എന്തിലുള്ളത്, ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. അപ്പോൾ ഈ വോളിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോൾസെയിൽ നിരക്കൊന്നും റീറ്റെയിൽ നിരക്കൊന്നും ആയിരിക്കും. ഇപ്പോൾ ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് കുറയും, റീറ്റെയിൽ ആണെങ്കിൽ പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് കൂടുക ചെയ്യാം. ഓക്കെ, അതാണ് സൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ കണ്ടീഷൻസ് എന്നുള്ളതാണ്. ദർ മസ്റ്റ് എക്സിസ്റ്റ് 2 or more മാർക്കറ്റ് വിച്ച് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ 2 മാർക്കറ്റ് വേണം, അതായത് 2 രീതിയിൽ വിൽക്കാൻ സാധിക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ഏജിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ 2 തരം മാർക്കറ്റ് വേണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ഈച്ച് മാർക്കറ്റ് മസ്റ്റ് ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഓരോ മാർക്കറ്റിൻ്റെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇതായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. ദർ മസ്റ്റ് ബി എഫക്റ്റീവ് സെപ്പറേഷൻ ഓഫ് സബ് മാർക്കറ്റ്. അപ്പോൾ ഈ സബ് മാർക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. ദ മാർജിനൽ റവന്യൂ ഇൻ ഈച്ച് മാർക്കറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ദ മൊണോപ്പൊളി ഗുഡ്. അതായത് ഓരോന്നിൻ്റെയും മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനെ കാട്ടിയും കൂടുതലായിരിക്കണം എല്ലാ മാർക്കറ്റിലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വാട്ട് ആർ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എത്ര ഡിഗ്രി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡിഗ്രിയാണ് ഉള്ളത്. ഫസ്റ്റ് ഡിഗ്രിയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രി. അതിൽ പറയുന്നത് വെൻ എ മൊണോപ്പൊളിസ്റ്റ് ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ് ഫോർ ദ സെയിം കമോഡിറ്റി ഓർ സർവീസ്, ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അറ്റ് ദ ഫസ്റ്റ് ഡിഗ്രി. അതായത് ഓരോ വ്യക്തികൾക്ക് ഓരോ
വില നമ്മൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ഡിഗ്രിയാണ്. രണ്ടാമത്തെ പോയിന്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി. ഹിയർ ദ മൊണോപ്പൊളിസ്റ്റ് ഡിവൈഡ് ദ ബയർ ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസസ് ഓൺ ദ ബേസിസ് ഓഫ് ദർ പേയിങ് കപ്പാസിറ്റി. അങ്ങനെ ഈ രണ്ടാമത്തെ ഡിഗ്രിയിൽ വരുന്നത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ക്ലാസ്സാക്കി മാറ്റുന്നു. ഇപ്പോൾ റിച്ച് ആൻഡ് പുവർ, ഓക്കെ, നമുക്കറിയാം ഇപ്പം റേഷൻ കടയിലൊക്കെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളാക്കുന്നുണ്ട്, APL BPL അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇനി അടുത്തത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ തേർഡ് ഡിഗ്രി. ഇപ്പോൾ തേർഡ് ഡിഗ്രിയിൽ വരുന്ന എന്താണ്? അണ്ടർ ദിസ് കൈൻഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ദ മൊണോപ്പൊളിസ്റ്റ് ഡിവൈഡ്സ് ഹിസ് കസ്റ്റമേഴ്സ് ഇൻ ടു 2 or more ക്ലാസസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ദ മാർക്കറ്റ് ഓൺ ദ ബേസ് ഓഫ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ക്ലാസ്സുകളെ ഗ്രൂപ്പിലെയും ഇതിൻ്റെ എലാസിറ്റി ഓഫ് ഡിമാൻഡ് ബേസിൽ വീണ്ടും സബ് കാറ്റഗറീസ് ആക്കുന്നു. ഇതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ തേർഡ് ഡിഗ്രി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ വെൻ ഇസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എപ്പോഴൊക്കെയാണ് സാധ്യമാവുക എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയുന്നത് ഡയറക്റ്റ് സർവീസുകളാണെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധ്യമാണ്. അതായത് ഡോക്ടേഴ്സ്, ഈ ലോയേഴ്സിനൊക്കെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് സാധ്യമാണ്. അടുത്തത് പേഴ്സണൽ പ്രിഫറൻസ് ആൻഡ് പ്രജുഡിസ്. അപ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും പ്രജുഡിസുകൾക്കും മുൻധാരണകൾക്കൊക്കെ എന്താണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒരു പോസിബിലിറ്റിയാണ്. കാര്യം അത്തരം സപ്ലയേഴ്സ് ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വില ഈടാക്കും. നോ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താണ് ആ കുറഞ്ഞ വിലയുള്ള മാർക്കറ്റിലേക്ക് പോയിട്ട് എന്താണ് കൂടിയ വിലയുള്ള ആൾക്കാർ പോയി വാങ്ങും. അപ്പോൾ അത് സാധ്യമല്ല. പിന്നെ ലീഗൽ സാങ്ഷൻ വേണ്ടതിന്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമ്മളെ പോലത്തെ നാടൊക്കെ ആണെങ്കിൽ, ജനാധിപത്യ രാജ്യമൊക്കെ ആണെങ്കിൽ എന്താണ് ലീഗൽ സാങ്ഷൻ ഇല്ലെങ്കിൽ എന്താണ് കേസും കോടതിയൊക്കെ ആവും. പിന്നെ എന്താണ് ബയേഴ്സ് ഒരു തരത്തിൽ ഇഗ്നോറൻറ്റും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവാനുള്ള കണ്ടീഷൻസ്. ഇനി അടുത്തത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടെത്തലാണ്. The problem to the monopolist is to maximize his total profit. For this, he charges different prices in different markets, or he charges different prices from different persons. In order to discriminate prices, the entire market will have to be divided into sub-market on the basis of elasticity of demand. Then the monopolist has to decide the supply of each sub-market. It depends upon the equilibrium condition and revenue curves of the sub-market. Suppose a monopolist divides his market into 2 sub-markets. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷന് 2 മാർക്കറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, ഒന്നിന് എലാസിറ്റി ഓഫ് ഡിമാൻഡ് കുറവായിരിക്കും, ഒന്നിന് കൂടുതലായിരിക്കും. അപ്പോൾ കുറവ് ഉള്ളതിന് എന്തായിരിക്കും നമ്മൾ പ്രൈസ്, എലാസിറ്റി ഓഫ് ഡിമാൻഡ് കുറവാണെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും വാങ്ങുക. ഇവിടെ എലാസിറ്റി ഓഫ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ, അതായത് വില കുറഞ്ഞാൽ സാധനം വാങ്ങുന്ന അളവ് കൂടുക, അല്ലെങ്കിൽ വില കൂടിക്കഴിഞ്ഞാൽ സാധനം വാങ്ങുന്ന അളവ് കുറയുക എന്നുള്ളൊരു കണ്ടീഷനാണല്ലോ എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ. അപ്പോൾ അത്തരം ഒരു മാർക്കറ്റ് ആണെങ്കിൽ പ്രൈസ് കുറഞ്ഞാണ് വെക്കുന്നത്. പ്രൈസ് ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് അല്ല, ഇവിടെ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ടോട്ടൽ മാർക്കറ്റിന് എന്ത് വരിക, ഡിമാൻഡ് കർവ് ഇങ്ങനെ വരും, ഒരു ഒടിവായിട്ട് ഇവിടെ വരും. പിന്നെ MC കർവ് ഇതേപോലെ തന്നെ ഇങ്ങനെ പോകും. പിന്നെ എന്താണ്, ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുക, ഇവിടെയാണ് പ്രൈസ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്ന എലാസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് മൊണോപ്പൊളിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മൊണോപ്പൊളി എന്താണെന്നുള്ളതും. അതേപോലെ തന്നെ മൊണോപ്പൊളിയും അതേപോലെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ തമ്മിലുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തമ്മിൽ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഓക്കെ.